പ്രഥമസ്കന്ധം ആദ്യത്തെ അധ്യായത്തിൽ സ്വയംഭവമനുവിൻ്റെ മൂത്ത പുത്രിയായ ആകൂതി എന്ന പേരുള്ള പെൺകുട്ടിയെ രുചി എന്ന പേരുള്ള മഹർഷി വിവാഹം കഴിച്ചു. അവർക്ക് യജ്ഞ എന്ന പേരിൽ ഭഗവാൻ അവതാരം ചെയ്തു. പിന്നെ പ്രസൂതി എന്ന പേരുള്ള പെൺകുട്ടിയെ ദക്ഷണക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ദക്ഷണക്കും പ്രസൂതിക്കും 16 പെൺകുട്ടികൾ ജനിച്ചു. അതിൽ 13 പേര് ധർമ്മദേവതയ്ക്ക് കൊടുത്തു. അതിൽ 13ാമത്തെ പെൺകുട്ടിയായ മൂർത്തിയിൽ നിന്നും ധർമ്മദേവതയ്ക്ക് ഭഗവാൻ നരൻ നാരായണൻ എന്ന പേരിൽ അവതാരം ചെയ്തു. പിന്നെ സ്വാഹ എന്ന പേരുള്ള പെൺകുട്ടിയെ അഗ്നി ഭഗവാനുക്കും സ്വധ പേരുള്ള പെൺകുട്ടിയെ പിതൃക്കടുക്കും സതി എന്ന പേരുള്ള പെൺകുട്ടിയെ മഹാദേവനുക്കും വിവാഹം ചെയ്തു കൊടുത്തു. എല്ലാവർക്കും വംശം ഉണ്ടായിരുന്നു. പക്ഷേ സതിക്ക് മാത്രം വംശം ഉണ്ടായിട്ടില്ല. കാരണം ചെറുപ്പത്തിൽ തന്നെ സതീദേവി ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ വിതുരൻ ചോദിക്കുന്നു, ഇങ്ങനെ ശരീരം ഉപേക്ഷിക്കാൻ എന്താണ് കാരണം? അപ്പോൾ അത് മഹാദേവനുക്കും ദക്ഷണക്കുമുള്ള ഒരു വിരോധമാണ് കാരണം. അപ്പോൾ ചോദിച്ചു, മഹാദേവനോട് വിരോധം പുലർത്തേണ്ട ആവശ്യമില്ലല്ലോ. മഹാദേവൻ ഒന്നും ആഗ്രഹിക്കാത്ത ആളാണ്. എന്ത് കിട്ടുമോ അതിൽ സന്തോഷിക്കുന്ന ആളാണ്. അപ്പോൾ മഹാദേവനോട് വിരോധം വരാൻ എന്താ കാരണം? അതിൻ്റെ കാരണം ഇവിടെ പറഞ്ഞു കൊടുത്തു. പണ്ട് വിശ്വസൃക്കുകൾ പ്രജാപതികൾ എല്ലാവരും ചേർന്ന് ഒരു യാഗം നടത്തി, സത്രയാഗം. ആ യാഗം നടത്തുമ്പോൾ ദക്ഷൻ വന്നു. യജമാനനാണ് ദക്ഷൻ. ദക്ഷൻ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്ദിക്കുന്നു. അപ്പോൾ 2 പേർ വന്ദിച്ചിട്ടില്ലേ? ഋതേ വിരിഞ്ചം ശർവഞ്ച തദ്ഭാസാക്ഷിപ്തചേതസഃ. ബ്രഹ്മാവും ശിവനും അവിടെ എഴുന്നേറ്റ് വന്ദിച്ചിട്ടില്ലേ? അപ്പോൾ ദക്ഷൻ നോക്കി. ബ്രഹ്മാവ് സ്വന്തം അച്ഛനായതുകൊണ്ട് വിട്ടു. മഹാദേവൻ വന്ദിച്ചിട്ടില്ലേ കണ്ടപ്പോൾ ഉടനെ മഹാദേവനെ ചീത്ത വിളിച്ചു. അയന്തു ലോകപാലാനാം യശോഘ്നോ നിരപത്രപഃ സദ്ഭിരാചരിത പന്ഥാഃ ഏന സ്തബ്ധേന ദൂഷിതഃ. അയന്തു ലോകപാലാനാം യശോഘ്നഃ. അഷ്ടലോകപാലകന്മാർ 8 ദിക്കുകൾക്കും ഓരോരോ ആൾ നിയമിച്ചിട്ടുണ്ട് രക്ഷിക്കാൻ. കിഴക്ക് ദിക്കിലേക്ക് ഇന്ദ്രൻ, അഗ്നി, യമൻ, നിഋതി, വരുണൻ, വായു, ഈശാനൻ. ഇങ്ങനെ കുബേരൻ, ഈശാനൻ. പിന്നെ മേലെ ബ്രഹ്മാവും താഴെ വിഷ്ണുവും. ഇങ്ങനെ 10 ദിക്കുകൾ. ഈ 10 ദിക്കുകൾക്ക് ഓരോരാൾ നിയമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മോശമായ ആളാണ് ശിവൻ. അയന്തു ലോകപാലാണ് യശോഘ്നോ നിരപത്രപഃ. നല്ല വസ്ത്രം ധരിക്കലില്ലേ, നല്ല ആഭരണമൊന്നും ധരിച്ചിട്ടില്ലേ, കുളിയില്ലേ. എവിടെ പോയാൽ നമ്മൾ കുളിക്കുമോ അവിടെയാണ് വാസം. ശിവനെ വിവാഹം കഴിച്ച് കൊടുത്തിട്ട് ഗൃഹപ്രവേശം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ശ്മശാനത്തിലാണ് ഗൃഹപ്രവേശം. ശ്മശാനത്തിലാണ് താമസം. നല്ല പാൻസ് പൗഡർ പൂശാറില്ല, ചുടല ഭസ്മമാണ് പൂശിയിരിക്കുന്നു. പിന്നെ ആഭരണത്തിന് പാമ്പാണ്. വാച്ചിന് പകരം ഒരു പാമ്പ്, മോതിരത്തിന് പകരം ഒരു ചെറിയ കുട്ടി പാമ്പ്. 2 കുട്ടി പാമ്പ് എടുത്ത് ഇങ്ങനെ ആഭരണമായിട്ട് ചെവി. പിന്നെ പൂറിന് പകരം ഒരു പാമ്പ്, അരങ്ങാനത്തിന് പകരം ഒരു പാമ്പ്, കാലിന് ഗൊളിസിന് പകരം ഒരു പാമ്പ്. പിന്നെ കുടുംബ കെട്ടാൻ പോലെ റബ്ബർ ബാൻഡില്ലേ, അവിടെ ഒരു പാമ്പ് വെച്ച് കുടുംബം കെട്ടി വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഇയാൾ ശരീരം മുഴുവൻ പാമ്പ് ധരിച്ചിരിക്കുന്നു. അശനം ഗരളം ഫണീകലാപഃ വസനം ചർമ്മജവാഹനം മഹുക്ഷഃ. ആദിശങ്കരാചാര്യൻ നിന്ദാസ്തുതിയായിട്ട് പറയുന്നു, മഹാദേവ, എനിക്ക് തരാൻ എന്തെങ്കിലും നല്ല സാധനം എൻ്റെ കയ്യിലുണ്ടോ? മഹാദേവൻ എന്തെങ്കിലും കഴിക്കാൻ തരുമോ ചോദിച്ചാൽ കുറച്ച് വിഷം തരും. അശനം ഗരളം, അദ്ദേഹം കഴിക്കുന്നത് വിഷമാണ്. എന്തെങ്കിലും ആഭരണം തരുമോ ചോദിച്ചാൽ ഒരു പാമ്പെടുത്ത് കഴിച്ചിരിക്കും. ഫണി കലാപഹ. വസനം ആണത്തോളും പുളിത്തോളും ധരിച്ചിരിക്കുന്നു. ആണത്തോളും പറഞ്ഞാൽ അത് ഒരു അസുരനാണ്. ആ അസുരനെ കൃത്തി പറഞ്ഞാൽ ആണയാണ്. ആണയെ വധിച്ച് അതിൻ്റെ വസ്ത്രം ധരിച്ചത് കൊണ്ടാണ് കൃത്തിവാസഹ എന്ന ഭഗവാന്റെ പേര്. ആ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട് തമിഴ്നാട്ടിൽ. ആ ഭഗവാന്റെ ദിവ്യ നടനമാണ്, ദിവ്യ രൂപം. വീരട്ടാണം, 8 വീരകാര്യം ചെയ്ത ശിവന്റെ 8 ക്ഷേത്രം വളരെ പ്രധാനമാണ് തമിഴ്നാട്ടിൽ. വീരട്ടാണം എന്ന് പറയും. ഇതിൽ കൃത്തിവാസനായിട്ട് ഈ ഗജരൂപത്തിൽ വന്ന അസുരനെ വധിച്ച ഭഗവാൻ. അസുരൻ പറയുന്നില്ലേ,
ചില ഋഷീശ്വരന്മാർക്ക് അവിടെ യാഗം ചെയ്യുന്നു അഹങ്കാരത്തോട് ദാരുകാവണത്തിൽ. അപ്പോൾ മഹാദേവൻ അവരെ ഒന്ന് അവരുടെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി മഹാദേവനും മഹാവിഷ്ണുവും വേഷം മാറി ചെന്നു. മോഹിനി വേഷത്തിൽ വിഷ്ണുവും ഒരു ഭിക്ഷാടകൻ്റെ വേഷത്തിൽ മഹാദേവനും ചെന്നു. മോഹിനി വേഷത്തിൽ ഭഗവാൻ ചെല്ലുന്നത് കണ്ടപ്പോൾ ഈ യാഗം ചെയ്യുന്ന ഈ ഋഷീശ്വരന്മാർക്ക് യാഗം പകുതിയിൽ നിന്ന് മോഹിനിയെ കാണാൻ വിടുപോയി. അവർ പകുതിയിലോട്ട് പോയി. പിന്നെ ഈ മഹാദേവൻ ഒരു ഭിക്ഷാടന മൂർത്തി, അതിൽ നാഗാസാധു പറയാറുണ്ടല്ലോ, ശരീരം മുഴുവൻ ഭസ്മം ധരിച്ച് വസ്ത്രമില്ലാതെ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ നാഗാസാധു വേഷത്തിലാണ് മഹാദേവൻ ചെന്നത്. മഹാദേവനെ കണ്ടപ്പോൾ ഋഷിപത്നിമാർക്ക് മഹാദേവൻ്റെ ഒപ്പം ചെന്നു. പിന്നെ ഇവർക്ക് യാഗത്തിന് പത്നി വേണ്ടേ, അപ്പോൾ പത്നി ഇല്ലാതെ വന്നപ്പോൾ അവർക്ക് ഈ ഭിക്ഷാടന രൂപത്തിൽ ഇരിക്കുന്ന മഹാദേവൻ്റെ ഒപ്പം ചെന്നത് കണ്ടപ്പോൾ ആ മഹാദേവൻ മനസ്സിലാക്കാതെ അവർ ഒരു സാധാരണ ഭിക്ഷക്കാരനാണെന്ന് വിചാരിച്ച് ആഭിചാര ഹോമം നടത്തി. ആ ഹോമത്തിൽ നിന്നും ആദ്യം ഒരു മാണ് പുറപ്പെട്ടു ചെന്നു. ആ മാനാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ കയ്യിൽ മാൻ മുഴുവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ശിവൻ. ആ ആഭിചാര ഹോമത്തിലുണ്ടായ മാനാണ്, അത് പിടിച്ചു വെച്ചു. പിന്നെ ഒരു ആണയെ അങ്ങനെ പ്രയോഗം ചെയ്തു. അങ്ങനെ ആണ വന്നപ്പോൾ അത് ഭഗവാൻ സംഹരിച്ച് ഇരിക്കുന്ന രൂപമാണ് കൃത്തിവാസ ഭഗവാൻ. അങ്ങനെ ശിവനക്ക് നല്ല വസ്ത്രമില്ലേ, നല്ല ആഭരണമില്ലേ എന്നൊക്കെ പറഞ്ഞ് ശിവനക്ക് ഒരു ശാപം കൊടുത്ത് ഇവിടെ ദക്ഷൻ സഹഭാഗം നലഭതാം ദേവൈർദേവഗണാധമഃ, എല്ലാ ദേവന്മാരോടൊപ്പം ശിവനക്ക് ഹവിർഭാഗം യാഗത്തിൽ കൊടുക്കാൻ പാടില്ലേ. ഇത് പറഞ്ഞപ്പോൾ ലോകത്തിൽ യാഗം അവിടെ നിന്നു, യാഗം ഇല്ലാതായി. ഉടനെ ദക്ഷിണ ശപിച്ചു, നന്ദികേശ്വരൻ നിനക്ക് ആടിൻ്റെ തല വരട്ടെ. പിന്നെ യാഗം അവിടെ സമർപ്പിച്ചു. വീണ്ടും ദക്ഷിണ പോയി യാഗം ചെയ്യാൻ തുടങ്ങി. വാജപേയ യാഗം. ആ വാജപേയ യാഗം ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും വിളിച്ചിരുന്നു, ക്ഷണക്കത്ത് കൊടുത്തു. പക്ഷേ മഹാദേവനെ വിളിച്ചിട്ടില്ല. യാഗം നോക്കാൻ പോകുന്ന എല്ലാ ദേവപത്നിമാർക്ക് സതീദേവിയോട് പറഞ്ഞു, നിൻ്റെ അച്ഛൻ്റെ വീട്ടിൽ വലിയ ഉത്സവം നടക്കുന്നുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോൾ സതീദേവിക്ക് മഹാദേവനോട് പറയാൻ താല്പര്യം. മഹാദേവനോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് ഉത്സവം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവിന് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പം ഭർത്താവോട് എങ്ങനെ സംസാരിക്കണം അതുകൂടി ഇവിടെ ഭാഗവത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. എങ്ങനെയാണ് സംസാരിക്കണം? പ്രജാപതേസ്തേ ശ്വശുരസ്യ സാമ്പ്രതം. നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള നിങ്ങളുടെ ഭാര്യയുടെ അച്ഛൻ്റെ വീട്ടിലാണ് ഉത്സവം നടക്കാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ പോകണ്ടേ? അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ക്ഷണക്കത്ത് വന്നില്ലല്ലോ, ക്ഷണിക്കാതെ എങ്ങനെ പോവാം? അപ്പോൾ പറഞ്ഞു, ചില ദിക്കിലേക്ക് ക്ഷണിക്കാതെ പോവാം. ഭർത്തുഹു ഗുരോഹോ ദേഹകൃതശ്ച കേതനം. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭാര്യയ്ക്ക് ക്ഷണക്കത്തിൻ്റെ ആവശ്യമില്ല. ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ ശിഷ്യർക്ക് ക്ഷണക്കത്തിൻ്റെ ആവശ്യമില്ല. അച്ഛൻ്റെ വീട്ടിലേക്ക് മകൾക്ക് ക്ഷണക്കത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നല്ല കാര്യങ്ങൾ, ഇതുപോലെ സപ്താഹം പോലെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ ക്ഷണക്കത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് പോയി അതിൽ പങ്കെടുക്കാം. ഇപ്പം നടക്കേണ്ടത് നല്ല കാര്യമല്ലേ, എൻ്റെ അച്ഛനല്ലേ, നിങ്ങൾക്ക് ഗുരുനാഥനല്ലേ, പോവാം എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, വിളിക്കാൻ മറന്നാൽ നമുക്ക് പോകാമായിരുന്നു. ഞാൻ പോയാൽ എൻ്റെ അച്ഛനക്ക് ഇഷ്ടാവില്ലേ, അതുകൊണ്ട് ഞാനില്ലേ പറഞ്ഞു. ഞാനില്ലേ പറഞ്ഞാൽ നീ പോയിക്കോളൂ, അതിൻ്റെ ധ്വനി അതാണ്. നീ പോയിക്കോളൂ പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് സതീദേവി പുറപ്പെട്ടു. സതീദേവി ഒറ്റയ്ക്ക് പുറപ്പെടുന്നത് കണ്ടപ്പോഴാണ് മഹാദേവൻ തുണയ്ക്ക് നന്ദികേശ്വരനെയും ഭൂതങ്ങളെയും തുണയ്ക്ക് പറഞ്ഞു വിട്ടു. യാഗശാലയിൽ വന്ന് കണ്ടപ്പോഴാണ് അവിടെ മഹാദേവനക്ക് ഹവിർഭാഗമില്ലെന്ന് മനസ്സിലായി. ഉടനെ മഹാദേവൻ്റെ പെരുമ ഇവിടെ എടുത്തു പറയുന്നു. ശിവനാമത്തിൻ്റെ പെരുമ ഭാഗവതം വൈഷ്ണവ പുരാണമായാലും ഇവിടെ ശിവനാമത്തിൻ്റെ പെരുമ ഇവിടെ എടുത്തു പറയുന്നു. സതീദേവി യദ്യക്ഷരം നാമ ഗിരേരിതം നൃണാം സകൃത് പ്രസംഗാദഘമാസുഗന്ധി തത് പവിത്രകീർത്തിം തമലംഘ്യ ശാസനം ഭവാണവോദ്വേഷ്ടി ശിവം ശിവേതരക യദ്യക്ഷരം നാമ ഗിരേരിതം നൃണാം. 2 എഴുത്തേ ഉള്ളൂ, ശിവ. ഇത് എല്ലാവർക്കും സുഖമായിട്ട് ജപിക്കാം. അത് നമശിവായ ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമായിട്ട് ജപിക്കുമ്പോൾ ചിലപ്പോൾ ഉപദേശം വേണ്ടി വരും. വെറുതെ ശിവശിവ ജപിക്കാൻ ഉപദേശം പോലും വേണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ശിവാന്ന് വിളിച്ചാൽ മതി. സകൃത് പ്രസംഗാത്. അത് ശിവനെ ധ്യാനിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല.
ശിവനെ ധ്യാനിക്കാതെ പറഞ്ഞാൽ മതി. ഇവിടെ ഗുരുനാഥൻ ഉദാഹരണം പറയാറുണ്ട്. ഒരാളും ഇത് നായയെ വിളിച്ചുകൊണ്ട് വാക്കിങ് പോകുന്ന സമയത്ത് തെരുവിൽ നിന്ന് ഒരു നായ ഇയാളുടെ നായയെ കടിക്കാൻ വന്നു. അപ്പോൾ തെരുവിൽ നിന്ന് വന്ന നായ ഛീന്ന് മാറ്റി സ്വന്തം നായ വാ വിളിച്ചു. ഛീ വാ പറഞ്ഞപ്പോൾ ശിവൻ ചെയ്തു എൻ്റെ നാമം ജപിച്ച് പറഞ്ഞ് അയാൾ അനുഗ്രഹിച്ചു. ഇതാണ് മഹാദേവൻ്റെ അനുഗ്രഹം. പ്രസംഗാദഘമാസുഹന്തി തത് പവിത്രകീർത്തിം തം അലംഘ്യ ശാസനം ഭവാനഹോദ്വേഷ്ടി ശിവം ശിവേതരഹ. ആ മഹാദേവനെ ദേഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദേവി എന്തു ചെയ്തു? തൻ്റെ യോഗാഗ്നിയിൽ ശരീരത്തെ ഭസ്മമാക്കി അടുത്ത ജന്മത്തിൽ പർവ്വതരാജകുമാരിയായി ജനിച്ചു. ഈ വിഷയം പണ്ടേ മനസ്സിലാക്കിയ ശിവൻ ഇങ്ങനെ വെറുതെയിരിക്കണം. അപ്പോഴാണ് നാരദൻ പറഞ്ഞു ഈ ദക്ഷിണ കൊണ്ട് ശിക്ഷിക്കണം. ഇത് പറഞ്ഞപ്പോൾ മഹാദേവൻ തൻ്റെ ജടയിൽ നിന്ന് ഒരു ജട പറിച്ച് അടിച്ചു തറയിൽ. അതിൽ നിന്നും വീരഭദ്ര പെരുമാൻ പുറപ്പെട്ടു വന്നു. ക്രുദ്ധസുദഷ്ടോഷ്ടപുട്ടസധുർജടി ജടാം തടിത്വണ്ണി സട്ടോഗ്രരോചിഷം ഉത്കൃത്യ രുദ്രസഹസോത്ഥിതോ ഹസന് ഗംഭീരനാദോ വിസസർജതാംഭുവി. ആ വീരഭദ്രൻ പുറപ്പെട്ടു വന്നു. യാഗശാലയിൽ അവിടെ ശിവാപരാധം ചെയ്തവർ എല്ലാവർക്കും ശിക്ഷ കൊടുത്തു. ഭഗൻ്റെ കണ്ണെടുത്തു, പൂഷാവിൻ്റെ പല്ല് എടുത്തു, ഭൃഗുമഹർഷിയെ ദാടി പറിച്ച് എടുത്തു. ഇങ്ങനെ ശിവാപരാധം ചെയ്ത എല്ലാ ഋഷീശ്വരന്മാർക്കും അതേപോലെ എല്ലാ ദേവന്മാർക്കും ശിക്ഷ കിട്ടി. ഇതാണ് ഇവിടെ പറയുന്നു, ശിവാപരാധം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയാൽ പിന്നെ രക്ഷപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഭൃഗുമഹർഷിയുടെ താടിയും ഭഗൻ്റെ കണ്ണും പൂഷാവിൻ്റെ പല്ലും എല്ലാം പോയി. ഉടനെ അവരെല്ലാവരും ബ്രഹ്മാവോട് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് ദേവന്മാരെ വിളിച്ചുകൊണ്ട് കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചു? ദക്ഷയാഗത്തിൽ ചെന്ന ഇവർക്ക് അംഗഭംഗം ഉണ്ടായി, ഇവരെ കൊണ്ട് നേരാക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശിവനാണ് ആദ്യത്തെ ഡോക്ടർ. പ്രഥമോ ദൈവ്യോ ഭിഷക് എന്നാണ് വേദം പറയുന്നത്. ആദ്യത്തെ വൈദ്യനാണ് ശിവൻ. ഇപ്പോഴും തമിഴ്നാട്ടിൽ വൈദീശ്വരൻ കോവിലിന് ഒരു ക്ഷേത്രമുണ്ട്, ചിദംബരം പോകുന്ന വഴിയിൽ. എല്ലാ ശിവക്ഷേത്രത്തിലും ഭസ്മമാന പ്രസാദം കൊടുക്കാറുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ ഒരു ഗുളികയും കൊടുക്കും. അത് കഴിച്ചാൽ നമുക്ക് ആ വ്യാധി മാറും എന്നാണ് വിശ്വാസം. ഗുളിക പറഞ്ഞിട്ട് ആ ഭഗവാന്റെ തൊട്ടടുത്തിരിക്കുന്ന മണ്ണാണ്, അതേ കൊണ്ട് ഒന്ന് ഉരുട്ടി ഇങ്ങനെ തരും, കുറച്ച് ഭസ്മത്തിൽ തേച്ച് തരും. ആ ഗുളിക കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ആ ഭഗവാന്റെ പേര് പറഞ്ഞാൽ മതി. ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതി ച ജപേൻ നാമത്രയം നിത്യം മഹാരോഗനിവാരണം. എങ്ങനെ വൈഷ്ണവമായ മന്ത്രങ്ങളിൽ അച്യുതാനന്ദ ഗോവിന്ദ ജപിച്ചാൽ എങ്ങനെ രോഗം മാറുമോ, അതേപോലെ ശിവനാമത്തിൽ ബാലാംബികേശ വൈദ്യേശ ഭവരോഗഹരേതി ച. അങ്ങനെ വൈദ്യനാഥനായ ഭഗവാൻ യാഗശാലയിൽ ചെന്നു. പല്ലില്ലാതെ പൂഷാവോട് പറഞ്ഞു, കുറച്ചു കാലം പല്ലില്ലാതെ ജീവിച്ചോളൂ, എന്തെങ്കിലും സാധനം കടിക്കുന്ന സാധനം കിട്ടിയാൽ അതൊന്ന് പൊടിച്ച് കഴിച്ചാൽ മതി, പിന്നെ കലിയുഗം വന്ന ശേഷം വാങ്ങാൻ പല്ല് കിട്ടുമെന്ന് വാങ്ങി വെച്ചോളൂ പറഞ്ഞു. പിന്നെ ഭഗൻ്റെ കണ്ണ് ഇല്ലേ പറഞ്ഞപ്പോൾ കണ്ണുള്ളിലൂടെ കൈ പൊടിച്ച് നടന്നോളൂ. പിന്നെ ഭൃഗുമഹർഷിക്ക് താടിയില്ല പറഞ്ഞപ്പോൾ ആടിൻ്റെ താടി അത് വേദി കിടക്കണം, അത് വെറുത്ത് വെച്ചോളൂ പറഞ്ഞു. പിന്നെ ദക്ഷൻ്റെ തലയില്ലേ കണ്ടപ്പോൾ ആടിൻ്റെ തല വെച്ച് പിടിപ്പിച്ചു. പക്ഷേ ആടിൻ്റെ തലയായാലും ദക്ഷൻ വിഷമിച്ചിട്ടില്ല. ഈ തലയിലും മന്ത്രം ജപിക്കാനുള്ള സൗകര്യമുണ്ട്. ചമക്കം എന്ന് പേരുള്ള മന്ത്രമുണ്ട്. സഞ്ച മേ മയച്ച മേ പ്രിയഞ്ച മേ മേ മീ എന്ന് പറയുന്ന മന്ത്രമാണ്. ആ മന്ത്രം ജപിക്കാൻ ഉപയോഗമാവും സ്വീകരിച്ചു. പിന്നെ ഭഗവാനെ നമസ്കരിച്ച് യാഗം തുടങ്ങിയ സമയത്തിൽ യജ്ഞകുണ്ടത്തിൽ നിന്നും മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. യജ്ഞനാരായണ ഭഗവാനെ എല്ലാ ദേവന്മാരും വിവിധ വൃത്തങ്ങളിൽ സ്തുതിച്ചു. അപ്പോൾ യജ്ഞനാരായണൻ ദക്ഷിണ വിളിച്ച് പറഞ്ഞു, ശിവഭക്തി ചെയ്യുന്നവർ വിഷ്ണുദ്വേഷവും വിഷ്ണുഭക്തി ചെയ്യുന്നവർ ശിവദ്വേഷവും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഭഗവാൻ ശങ്കരനാരായണൻ എന്ന രൂപം സ്വീകരിക്കുന്നത്. കാരണം ഒരു വശം വിഷ്ണുവും ഒരു വശം ശിവനും അങ്ങനെ ചേർന്നിരിക്കുന്ന രൂപമാണ് ശങ്കരനാരായണ രൂപം. തമിഴ്നാട്ടിൽ തിരുനെൽവേലി മാവട്ടത്തിൽ ആ ഡിസ്ട്രിക്റ്റിൽ ശങ്കരനാരായണൻ കോവിലിന് മഹാക്ഷേത്രമുണ്ട്. അവിടെ 2 പാമ്പ്, കർക്കോടകൻ, പിന്നെ ഇങ്ങനെ പത്മൻ കൊണ്ട് 2 നവനാഗങ്ങളിൽ 2 പാമ്പുമാർക്ക് യുദ്ധം കൂടി.
ശിവനാണ് ശ്രേഷ്ഠൻ, വിഷ്ണുവാണ് ശ്രേഷ്ഠൻ. അവർ തമ്മിൽ വലിയ യുദ്ധം വന്നപ്പോൾ അവരുടെ ഇടയ്ക്ക് ഭഗവാൻ ശങ്കരനാരായണനായി പ്രത്യക്ഷപ്പെട്ടു. ഇവർ രണ്ടുപേരും ഒന്ന് തന്നെയാണെന്ന് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇപ്പോഴും ആ ശങ്കരനാരായണ ആ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ, ആ ഊരിൻ്റെ പേര് തന്നെ എന്താണ്, ശങ്കരൻ കോവിൽ എന്നാണ് പേര്. പക്ഷേ അവിടെ ഇരിക്കുന്നത് ശങ്കരനാരായണ ഭഗവാനാണ്. 3 ധ്വജസ്തംഭം, 3 പ്രധാന 3 ദേവന്മാർക്കും ശങ്കരനാരായണ രൂപം, പിന്നെ ഗോമതി ദേവി, പിന്നെ ശങ്കരലിംഗം എന്ന 3 പ്രത്യേക ധ്വജസ്തംഭത്തോട് പ്രധാന ക്ഷേത്രമാണ്. ഇതിഹാസത്തിൽപ്പെട്ട മഹാക്ഷേത്രമാണ്. അങ്ങനെ ശങ്കരനാരായണനായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട രൂപം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണുഭക്തി ചെയ്യുന്നവർ ശിവദ്വേഷവും ശിവഭക്തി ചെയ്യുന്നവർ വിഷ്ണുദ്വേഷവും ചെയ്യാൻ പാടില്ല. രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ഒരേ കറണ്ട് വൈദ്യുതി ശക്തി ഒന്നേ ഉള്ളൂ. അത് നമ്മളെ പല രൂപത്തിൽ സഹായിക്കുന്നു. ഇവിടെ മൈക്കായിട്ട് ശബ്ദം കൊടുക്കുന്നു, അവിടെ ലൈറ്റായിട്ട് വെളിച്ചം കൊടുക്കുന്നു, ഇവിടെ ഫാനായിട്ട് കാറ്റ് കൊടുക്കുന്നു. ഒരേ വൈദ്യുതി ശക്തി പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നത് പോലെയാണ് ഒരേ ദേവൻ പല രൂപത്തിൽ നമ്മളെ സഹായിക്കുന്നു. പക്ഷേ ബാക്കി മതക്കാർ നമ്മളെ കളിയാക്കും. നിങ്ങൾക്ക് 33 കോടി ദേവന്മാർ പല ദേവന്മാർ പറയും. ദേവന്മാരുടെ രൂപം പല രൂപത്തിലാണ്, ദേവൻ ഒന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ മതത്തിൽ അങ്ങനെയില്ലേ. ഈ പള്ളിക്കാർ ആ പള്ളിയിൽ പോയാൽ യുദ്ധം തന്നെയാണ്, പരസ്പരം വെട്ടിക്കൊള്ളും. അവരുടെ തമ്മിലാണ് ഭിന്നിച്ചിരിക്കുന്നു. നമ്മളാണ് 33 കോടി ദേവരായാലും അവരുടെ ശക്തി ഒന്നേ ഉള്ളൂ, രൂപമാണ് പല എന്ന് പറയുമ്പോൾ നമ്മൾ ഏകം സദ്വിപ്രാ ബഹുധാ കൽപ്പയന്തി. ഇങ്ങനെ വിവിധ രൂപം വിവിധ ദേവന്മാരെ വയ്ക്കാൻ എന്താ കാരണം, ആർക്ക് എന്താണോ ഇഷ്ടം അത് കഴിച്ചോട്ടെ. ഇപ്പോൾ ഒരാൾക്ക് കൂടുതൽ പുളിയാണ് ഇഷ്ടം വെച്ചാൽ പുളി ചോറ് കഴിച്ചോട്ടെ, ഒരാൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ കടും പായസം കഴിച്ചോട്ടെ, ഒരാൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉള്ള ഭക്ഷണം കഴിച്ചോട്ടെ. അവരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ദേവന്മാരുടെ രൂപം വേറെ വേറെ വിധത്തിൽ വെച്ചിരിക്കുന്നു. പക്ഷേ ശക്തി ഒന്നേ ഉള്ളൂ എന്നാണ് ഇവിടെ ഭഗവാൻ ദക്ഷനക്ക് ഉപദേശിച്ചു. അഹം ബ്രഹ്മാച്ച സർവശ്ച ജഗത കാരണം പരം എന്ന് ഉപദേശിച്ച് ദക്ഷയാഗം സമർപ്പിക്കുന്നു. ഇവിടെ മഹാദേവൻ ഒരു ക്ഷണത്തിൽ അനുഗ്രഹിച്ചാൽ വലിയ അനുഗ്രഹം ചെയ്യും. തമിഴ്നാട്ടിൽ ഒരു ശിവക്ഷേത്രത്തിൽ നെയ്യ് വിളക്ക് ഉണ്ടായിരുന്നു. ആ നെയ്യ് വിളക്കിൽ നെയ്യ് കുടിക്കാൻ വേണ്ടി ഒരു എലി ചെന്നു. അത് അണയുന്ന സമയത്തിൽ ഈ എലി മൂക്ക് വെച്ചപ്പോൾ അത് കത്താൻ തുടങ്ങി. ആ ചൂട് കൊണ്ട് പേടിച്ച് എലി പോയി. അപ്പോൾ മഹാദേവൻ നോക്കി, എന്തായാലും ഈ എലി ശിവരാത്രി ദിവസം നെയ്വിളക്ക് കത്തിച്ചല്ലേ, അങ്ങനെ ഭഗവാൻ സങ്കല്പിച്ച് അടുത്ത ജന്മത്തിൽ ബലിയാക്കി. തമിഴ്നാട്ടിൽ ഉള്ള ഒരു എലിയാണ് അടുത്ത ജന്മത്തിൽ കേരളം ഭരിച്ച ബലിചക്രവർത്തി. കേരളം മാത്രമല്ല, ലോകം മുഴുവൻ ഭരിച്ച ബലിചക്രവർത്തിയായത് പൂർവ്വജന്മത്തിൻ്റെ ഒരു എലിയാണ്. അറിയാത്ത ശിവൻ്റെ ക്ഷേത്രത്തിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ മനഃപൂർവ്വം ഭക്തിയോട് നെയ്വിളക്ക് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചാൽ എത്ര ഭാഗ്യം ഉണ്ടാവും എന്നാണ് ഇതിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു.